ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ആഴ്ച ആർക്കും തന്നെ പ്ലാൻസ് അയച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പെൻഡിങ് ഉണ്ട്. ഈ വീഡിയോയിലെ പ്ലാൻസ് നമ്മൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും അയക്കുന്നത്. പിന്നെ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട്. അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണേ. അപ്പോൾ ഇന്ന് സെയിലിന് ഏതൊക്കെ പ്ലാൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ലെൻഡാനയുടെ 4 കളർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് 35 രൂപ വീതമാണ്. ആദ്യം ലെൻഡാനയുടെ യെല്ലോ കളറാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 35 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ റെഡ് കളർ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് 35 രൂപയാണ്. ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നിലത്തും ഒരുപോലെ വളർത്താം. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 35 രൂപ. അതുപോലെ തന്നെ കേരളത്തിനുള്ളിൽ നമ്മൾ പ്ലാൻസ് അയച്ചാൽ 2 ദിവസം കൊണ്ട് എല്ലായിടത്തും കിട്ടും. 2 ദിവസമായിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ലെൻഡാനയുടെ വയലറ്റ് കളറിനും റേറ്റ് വരുന്നത് 35 രൂപയാണ്. ഇതാ ഈ കാണുന്നത് ലെൻഡാനയുടെ വൈറ്റ് കളറാണ്. വൈറ്റ് കളറിന് റേറ്റ് വരുന്നത് 35 രൂപയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ചെമ്പരത്തിയുടെ തൈകളാണ്. ഇതാണ് ലീഫിൽ ഇതുപോലുള്ള പിങ്കും ഗ്രീനും വൈറ്റും ഒക്കെ മിക്സായിട്ട് വരുന്നതാണ്. റെഡ് കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്തത് നീലാമരിയുടെ തൈകളാണ്. കേശ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇവോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അരേലിയയുടെ വിഭാഗത്തിൽ വരുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 35 രൂപയാണ്. ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിട്ടും വളർത്തിയെടുക്കാം. അടുത്തത് യെല്ലോ ഐറിസിൻ്റെ തൈകളാണ് കേട്ടോ. യെല്ലോ കളറിലെ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഓർക്കിഡ് ഫ്ലവറിനോട് സാമ്യമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ ജെട്രോഫയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ലൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാം. ചട്ടിയിലും അതുപോലെ തന്നെ നമുക്ക് നിലത്തും വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ. പിങ്ക് കളറിലുള്ള മൊട്ടുകളും വിരിയുമ്പോൾ നല്ല തൂവെള്ള നിറത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ്. റേറ്റ് വരുന്നത് 60 രൂപ. വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ നമുക്ക് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത് മരമുല്ലയുടെ തൈകളാണ്. ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ലയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നുണ്ട്. നല്ല മണമുള്ള പൂക്കളാണ് ഇതിലും ഉണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത യെല്ലോ ജാസ്മിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള യെല്ലോ ജാസ്മിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. യെല്ലോ കളറിലെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ നന്ദിയാർ വട്ടത്തിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ മിനിപ്പാല അല്ലെങ്കിൽ ക്രോപ്പ് ജാസ്മിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു കുറ്റിച്ചെടിയാണ്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും. റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്തത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എക്സോറയുടെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. മിനിയേച്ചർ ടൈപ്പാണ്. ഇതുപോലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ വൈറ്റും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. മിനിയേച്ചർ ടൈപ്പാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും. ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനും റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് ബാംബുവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലീഫിൽ നല്ല ഡോട്ടായിട്ട് കാണപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കച്ചോലമാണ്. കച്ചോലത്തിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 45 രൂപ. അടുത്ത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ല ഗ്ലേസിങ്ങോട് കൂടിയതാണ് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 80 രൂപയാണ്. ചൈന ഡോളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തത് കോഞ്ചി അല്ലെങ്കിൽ പിങ്ക് പെട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ക്രീപ്പറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം, ഇല്ലെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്.
ഹണിസക്കിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലുള്ള 2 കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നത്. ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും. നല്ല മണമുള്ള പൂക്കളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. നല്ലവണ്ണം റൂട്ട് പിടിച്ച നല്ല തൈകളാണ്. റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത് വരുന്നത് നാടൻ ടെക്കോമ, യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന നാടൻ ടെക്കോമയുടെ തൈകളാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. നല്ല പൂമരമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. നിറച്ച് മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകും. റേറ്റ് വരുന്നത് 60 രൂപ. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ നെല്ലിയുടെ തൈകളാണ്. അപ്പോൾ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. പ്ലാന്റ് സൈസ് തൈ ഈ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് അയക്കാൻ പറ്റുന്നവർ അങ്ങനെയും, അല്ലാത്തവർ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതിയാവും. അടുത്തത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കലാത്തിയ ലൂട്ടിയുടെ റെഡ് വെറൈറ്റിയാണ്. ഇത് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ലീഫിൻ്റെ ബാക്ക് സൈഡിൽ നല്ല റെഡ് ഷെയ്ഡായിരിക്കും വരുന്നത്. റേറ്റ് വരുന്നത് 160 രൂപയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് വന്ന് ഒരുപാട് ഷൂട്ട് ഉണ്ടാകും. അപ്പോൾ റേറ്റ് വരുന്നത് 160 രൂപ. അടുത്ത പവിഴമല്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ബനാന സപ്പോട്ടയുടെ തൈകളാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ലവണ്ണം ഫ്രൂട്ട് പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ബഡ് ചെയ്ത തൈകൾക്ക് റേറ്റ് വരുന്നത് 180 രൂപയാണ്. അടുത്തത് ലൂബിക്ക അല്ലെങ്കിൽ ലെവലോലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. അപ്പോൾ റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ്. ലെയർ ചെയ്ത പ്ലാന്റാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ആയിക്കോളും. അടുത്തത് നല്ല നാടൻ കറിവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ. റെഡ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. അത് ക്രീപ്പറായിട്ട് പോയിട്ട് നിറച്ച് ഫ്രൂട്ട് ഉണ്ടാകും. അടുത്തത് മാനില ടെന്നീസ് ബോൾ ചെറിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു പ്ലാന്റിൽ തന്നെ ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ലെയർ ചെയ്ത തൈകളാണ്. പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 150 രൂപ. അടുത്തത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന അഗസ്തിച്ചീരയുടെ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ പൂക്കളും നമുക്ക് ഒരുപോലെ കഴിക്കാവുന്നതാണ്. റേറ്റ് വരുന്നത് 90 രൂപയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 110 രൂപയാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ് കേട്ടോ. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതിൻ്റെ തന്നെ റെഡ് കളറും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഈ കാണിക്കുന്നതാണ് റെഡ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 65 രൂപ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത പ്ലാന്റ് വരുന്നത് നാഗ്പൂർ ഓറഞ്ചിൻ്റെ തൈകളാണ് കേട്ടോ. ഇതുപോലുള്ള ബഡ് ചെയ്ത തൈകളാണ്. പെട്ടെന്ന് തന്നെ ഫ്രൂട്ടുകൾ ഉണ്ടാകും. ചില പ്ലാന്റിലൊക്കെ ഫ്രൂട്ടുണ്ട്. അപ്പോൾ റേറ്റ് വരുന്നത് 250 രൂപയാണ്. നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഇതിലുണ്ടാകുന്നത്. ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. അടുത്തത് ഇസ്രായേൽ അത്തിയുടെ തൈകളാണ്. ഒരുപാട് പേര് ചോദിച്ചതാണ്. വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 160 രൂപ. ഇതും ബഡ് ചെയ്ത തൈകളാണ്. പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഫ്രൂട്ടുമാണ്. അടുത്തത് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ലെയർ ചെയ്ത തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തത് മാവിൻ്റെ വെറൈറ്റി ആയ തായ്ലൻഡ് ഓൾ സീസൺ ആണ് കേട്ടോ. അപ്പോൾ വർഷത്തിൽ എപ്പോഴും ഫ്രൂട്ട് തരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ബഡ് ചെയ്ത തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. മിക്ക പ്ലാന്റിലും ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് 200 രൂപ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. അപ്പോൾ വീണ്ടും ഒരുപാട് പ്ലാൻസിൻ്റെ കളക്ഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.